സാറേ, ലക്നൌവിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ പുതിയ ബാച്ച് പുറത്തിറക്കിയ ഒരു ചടങ്ങ് നടന്നിരുന്നു. അന്ന് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. അതൊരു വലിയ ചടങ്ങ്, ഒരാഴ്ചയോ മറ്റോ ആയതിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഈ ബ്രഹ്മോസിൽ ഒരു യുവ എഞ്ചിനീയറെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അതിൽ ദുരൂഹതയുണ്ട് താനും. എങ്ങനെയാണ് സാർ വിലയിരുത്തുക? ഈ മരിച്ച എഞ്ചിനീയർ സിസ്റ്റം എഞ്ചിനീയറാണ്. ഈ ബ്രഹ്മോസിൻ്റെ പ്രൊഡക്ഷൻ വിങ്ങിൽ, ബ്രഹ്മോസ് ഉൽപ്പാദിപ്പിക്കുന്ന വിങ്ങിൽ തന്നെയുള്ള ആളാണ് ആകാശ് ദീപ് ഗുപ്ത. 30 വയസ്സ്. ഈ ഏപ്രിലായിരുന്നു വിവാഹം. ഡൽഹിയിൽ കാനറ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ്. ഭാര്യ ഭാരതി, ആകാശ് ദീപ് ഗുപ്തയുടെ. അപ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രി ഇദ്ദേഹം ലക്നൌവിൽ മാതാപിതാക്കളെ കാണാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ താല്പര്യമുള്ള ആളാണ്. വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോയി സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത്താഴം കഴിച്ചിട്ട് ഇദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ ഭാരതി ബാത്റൂമിൻ്റെ അകത്ത് ഒരു ശബ്ദം കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പക്ഷെ ഹൃദയാഘാതമാകാം എന്ന് കരുതുന്നുണ്ട്. പക്ഷെ ആന്തരാവയവങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്ക്. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് ഇതിലിപ്പോൾ വീട്ടുകാർക്കും, ഇയാൾ സന്തോഷത്തോടു കൂടി ഇരുന്ന ആളാണ്, ക്രിക്കറ്റ് കളിച്ചു വന്നയാളാണ്, ഇല്ലേ? അതെ. അത്താഴം കഴിച്ച് ഉടനെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ബ്രഹ്മോസ് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നമ്മുടെ മിസൈലാണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ വിജയകരമായി നമുക്ക് വേണ്ടി പലതും ചെയ്തതാണ്. വിമാനങ്ങളൊക്കെ തകർത്തതാണ് പാകിസ്ഥാൻ്റെ. നമ്മളതിൻ്റെ ക്രൂസ് മിസൈൽ വേർഷൻ ആണ് പുതിയ ബാച്ച് 4 എണ്ണത്തിൻ്റെ. രാജ്നാഥ് സിംഗ് 18-ാം തീയതി ലക്നൌവിലെ ബ്രഹ്മോസ് കേന്ദ്രത്തിൽ പുറത്തിറക്കിയത്. അത് സർഫസ് ടു എയർ, അല്ലേ? എയർ ടു എയർ 3ാമത്തെ വേർഷനാണ് ബ്രഹ്മോസിൻ്റെ. പല വിദേശ രാജ്യങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത്, അതിൻ്റെ തന്നെ നിർണായക സ്ഥലത്ത്, ബ്രഹ്മോസ് നിർണായകം, അതിൻ്റെ നിർമ്മാണ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന യുവാവായ 30 വയസ്സുള്ള ഒരാൾ, പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാതെ ഇങ്ങനെ മരിക്കുന്നത് വലിയ ദുരൂഹമായിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ മറ്റേ ഭാര്യ ഭാരതിക്കൊപ്പം മാതാപിതാക്കളെ കാണാൻ ഒക്കെ അവരുടെ വീട്ടിൽ പോയി. അതിനുശേഷം അത്താഴം കഴിച്ചതാണ്. ഭാര്യയുമായിട്ട് കിടപ്പുമുറിയിൽ ചെന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റേ അച്ഛൻ പോലീസിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അച്ഛനും സംശയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ബാത്റൂമിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആസിയാനിലെ ലോക് ബന്ധു ആശുപത്രിയിലാണ് കൊണ്ടുപോയപ്പോൾ തന്നെ മരിച്ചതായിട്ട് അവർ കണ്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാരണങ്ങൾ വ്യക്തമല്ല. അപ്പോൾ അവിടുത്തെ ഇൻസ്പെക്ടർ SC സരോജ് പറയുന്നത് ആന്തരാവയവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവ്യക്തമാണ് എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കുൽദീപ് ഗുപ്ത പോലീസിലായിരുന്നു. അപ്പോൾ ഏപ്രിലായിരുന്നു ഈ ആകാശിൻ്റെ വിവാഹം. ഒക്ടോബർ 18-നാണ് ലക്നൌവിൽ 4 ക്രൂസ് മിസൈലിൻ്റെ ബാച്ച് രാജ്നാഥ് സിംഗ് ഇറക്കിയിട്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞു, പാകിസ്ഥാൻ അല്ലേ, ഇതിൻ്റെ റേഞ്ചിൽ പാകിസ്ഥാൻ ഉണ്ട് എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ മുഴുവൻ ഇതിൻ്റെ റേഞ്ചിലുണ്ട്, പാകിസ്ഥാനെ മൊത്തം തകർക്കാൻ പറ്റും. അപ്പോൾ DRDOയുടെ
ലക്നൗ ഫെസിലിറ്റിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ലക്നൗ ആലംബാഗ് ഓം നഗറിലെ വീട്ടിലാണ് ഈ എഞ്ചിനീയർ മരിച്ചത്. ദീപാവലി പ്രമാണിച്ച് എത്തിയതാണ് ഈ വീട്ടിൽ. അപ്പോൾ അത്താഴത്തിന് ശേഷം കുറച്ച് സുഖമില്ല എന്ന് ഈ ആകാശ് ദ്വീപ് ഭാരതിയോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു യുവ എഞ്ചിനീയർ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംശയത്തിനുണ്ടാകില്ല. കാരണം ബ്രഹ്മോസ് എന്ന് പറയുന്നത് ലോകം ഇപ്പം ഏറെ ആകാംക്ഷയോടെ പേടിയോടെ നോക്കുന്ന നമ്മുടെ ഒരു വജ്രായുധമാണ്. അത്തരം മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാനോ അത്തരം സാങ്കേതികവിദ്യ എന്താണെന്ന് അറിയാനോ ലോകത്ത് പല രാജ്യങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകും. ഒരുപാട് രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള ചാര സംഘടനകളുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ ഇതിനെ കാണണ്ടേ? അതെ, അങ്ങനെ ഗൗരവത്തോടു കൂടി ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ അത് അവർ ഇതേ പ്രശ്നം തന്നെ ഉന്നയിക്കുന്നുണ്ട്. വീട്ടുകാർക്കും ഇതിൻ്റെ അകത്ത് സംശയമുണ്ട് എന്തെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹം എഞ്ചിനീയർ ആണല്ലോ, ഇങ്ങനെ ഇത്തരം ഫെസിലിറ്റികളിലൊക്കെ ഒന്നാമത് ഈ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇല്ലേ അമേരിക്കയിലെ ഈ F-35 തുടങ്ങിയ വിമാനങ്ങളുടെ ഒക്കെ കണ്ണിൽ പെടാതെ ആ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി അമേരിക്കയിലെ വിമാനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഒരു ഇന്ത്യക്കാരനാണ്. ഈ ഇന്ത്യക്കാരൻ പിന്നീട് ചൈനയിലേക്ക് കൂറുമാറുകയും പിന്നെ ഇപ്പൊ അദ്ദേഹം ജയിലില് അമേരിക്കയില് 10-30 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ കിടക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഈ ബ്രഹ്മോസ് തന്നെ വലിയ വലിയ ശേഷിയും കഴിവുകളും ഉള്ള അല്ലേ? അതെ. ഇങ്ങനെ ഒരു മിസൈല് ലോകത്തില്ല. വേണമെങ്കിൽ അതിന് താഴ്ന്ന് പറക്കാം. മിസൈലുകളൊക്കെ വലിയ മുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇതിന് വളരെ ലോ ലെവലിൽ ഇതിന് സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ സ്റ്റെൽത്ത് അല്ലേ കേപ്പബിലിറ്റി റഡാറിലൊന്നും പെടാതെ ഇതിന് ലക്ഷ്യങ്ങളെ തകർക്കാൻ പറ്റും. നമ്മളാണെങ്കിൽ അതിന്റെ ക്രൂസ് വേർഷനും ഒക്കെ പുറത്തിറക്കി വലിയ രാജ്യങ്ങളൊക്കെ അത് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബ്രഹ്മോസ്. അതായത് റഷ്യയുമായിട്ട് സംയുക്തമായിട്ടാണ് തുടങ്ങിയതും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ഇൻഡിപെൻഡന്റ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. കാരണം ടെക്നോളജി ട്രാൻസ്ഫർ അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത് ലക്നൌവില്. ഇതിപ്പോ ബ്രഹ്മോസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ഉണ്ടല്ലോ, അതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ ഈ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശേഷി ഓരോ വ്യക്തിയും ഈ ശേഷിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ അപായപ്പെടുത്തിയതാണോ ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്നുള്ളിടത്താണ് ഈ സംശയം വരുന്നത്. നമ്മൾ പല കഥകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ സ്ലോ പോയിസണിങ് ഇല്ലേ, ഇഞ്ചക്ട് ചെയ്യുക. ചിലത് ടൂത്ത് പേസ്റ്റില് അല്ലേ, ഇസ്രയേൽ മൊസാദ് കൊണ്ടുപോയി ബാത്റൂമിൽ ടൂത്ത് പേസ്റ്റിലൊക്കെ വിഷം വെച്ചിട്ട് ആളുകളെ അപായപ്പെടുത്തിയ കഥയൊക്കെ നമ്മളിവിടെ തന്നെ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ പലതരം ഓപ്പറേഷൻ അറിയില്ല. ഇത് പല വിഷങ്ങളും പിന്നീട് ഈ പോസ്റ്റ്മോർട്ടത്തിലൊന്നും പിടിക്കപ്പെടുകയില്ലാത്ത അല്ലേ. സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ ചില ആളുകളുടെ മരണത്തിനെ പറ്റിയൊക്കെ സംശയം ഉന്നയിക്കുമ്പോഴൊക്കെ ഇത്തരം ഇല്ലേ, അദ്ദേഹം സുനന്ദ പുഷ്കറുടെ കാര്യത്തിൽ പോലും അത് ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനത്തെ വിഷമൊക്കെ ലോകത്ത് അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി സംശയമുള്ളത്. അദ്ദേഹം പുറത്തു പോവുകയും ചെയ്തിരുന്നല്ലോ, ക്രിക്കറ്റ് കളിക്കാൻ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ഇഞ്ചക്ട് ചെയ്യാൻ കുറെ സമയം കഴിഞ്ഞിട്ടാകാം. അപ്പോ ഈ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു അസുഖത്തിന്റെ ഹിസ്റ്ററി ഇല്ലല്ലോ, പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല, വളരെ ചെറുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ആണ് വലിയ സംശയം ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട ഒരാളുടെ, പ്രത്യേകിച്ചും അതിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് വിസറ ഇനിയും പരിശോധിക്കണം എന്ന് പറയുന്നത് കൊണ്ട്, അങ്ങനെയാണെങ്കിലും ഈ വിഷമാണെങ്കിൽ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നത്. ദുബായിൽ വെച്ച് തന്നെ ഇല്ലേ മൊസാദ് ഒരാളെ കൊന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് റൂം നമ്പർ 105 നോറ്റ
പറഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടുള്ളത് കൊണ്ട് ആണ് ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത്, ദേശീയ മാധ്യമങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.